പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളെ ജയിലിലെത്തി സന്ദർശിച്ചതായിരുന്നു. അതായത് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ കാണാൻ വേണ്ടിയാണ് PP ദിവ്യ ജയിലിന് മുന്നിൽ കാത്തുനിന്നത്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകൾ നടക്കുകയാണ്. കമ്മിണി കൊലപാതക കേസിൽ പ്രതികളായവരെയെല്ലാം തേടിപ്പിടിച്ച് അവരുടെ പിന്നാലെ നടക്കുകയാണെന്ന്. എന്താ, നവീൻ ബാബുവിനെ കൊന്നതുപോലെ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസുമായി നിയമ പോരാട്ടം നടത്തുന്ന മഞ്ജുഷയെ തീർക്കാനുള്ള കൊട്ടേഷൻ വല്ലതും ഇരട്ടക്കൊലക്കേസിൽ, അതായത് പെരിയ ഇരട്ടക്കൊലക്കേസിലെ കൊലയാളികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണോ ഈ കാത്തുനിൽപ്പ് എന്നുള്ള തരത്തിൽ ചില കമൻറ്റുകളും കുറിപ്പുകളുമൊക്കെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്നതിൽ കലി ഇളകിയിട്ട് കാര്യമില്ല കമ്മിണിക്ക്. കാരണം നിങ്ങളുടെ തനിക്കൊണം എന്താണ് എന്നുള്ളത് ഇനി ഒരു വർഷം കൂടിയേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒടുക്കം ഇനി ഒരു വർഷവും കൂടിയേ ഉള്ളൂ. പക്ഷേ ഒരു വർഷവും കൂടി ബാക്കി നിൽക്കുമ്പോൾ തന്നെ ഇവരുടെ തനിക്കൊണം കാണിച്ചു കഴിഞ്ഞല്ലോ. അതായത് കൊലപാതക കേസിലെ പ്രതികളെയൊക്കെ പോയി കണ്ട് അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് CPM. KV കുഞ്ഞിരാമൻ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വീഡിയോകളൊക്കെ കാണുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വീരപരിവേഷമാണ് കൊടുത്തിരിക്കുന്നത്. നേതാക്കൾ കാണാൻ ചെല്ലുന്നു, മാലയിട്ട് സ്വീകരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു, കണ്ണീരണിയുന്നു. ആകെ മൊത്തം ഒരു കിഡ്നി ടച്ചിങ് കഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ ഒരു അവസ്ഥ തന്നെ ആയിരുന്നല്ലോ, ഇതേ വീരപരിവേഷവും അതുപോലെ തന്നെ ചേർത്ത് പിടിക്കലും ആയിരുന്നല്ലോ PP ദിവ്യ തലശ്ശേരി കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഉണ്ടായിരുന്നത്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തും കെട്ടിപ്പുണർന്നും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. കാരണം കൊലയാളികളെ വളർത്തിയതും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുത്ത് മുന്നിൽ നിൽക്കുന്നതും CPM ആണല്ലോ. ഇനിയും ചില കൊലപാതകങ്ങൾ നടത്താനുണ്ട്. അതിനും ഇനിയും ഇക്കൂട്ടരുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങ് ചേർത്ത് പിടിക്കലാണ്. കൊലക്കത്തി എടുത്തത് പാർട്ടിക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ പിന്നെ പാർട്ടിക്ക് സംരക്ഷിച്ചല്ലേ മതിയാകൂ. PK ശ്രീമതി പൊട്ടിക്കരച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം KV കുഞ്ഞിരാമനെയൊക്കെ കാണാൻ പോയപ്പോൾ. അയ്യോ, ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ നേതാക്കളെയാണല്ലോ ഇങ്ങനെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത് എന്ന ഭാവത്തിലൊക്കെയായിരുന്നു ശ്രീമതി. പിന്നെ സഖാക്കളുടെ എല്ലാ കുഴലൂത്തുകൾക്കും കുടപിടിക്കുന്ന ആളാണ്. തീവ്രത അളക്കാൻ ശ്രീമതിയെ കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ എന്ന് കേരള രാഷ്ട്രീയത്തിൽ ആർക്കാണ് അറിയാത്തത്? സഖാക്കളുടെ കുറ്റങ്ങളൊക്കെ ഒന്നുമല്ല എന്ന് നിസ്സാരവൽക്കരിക്കുന്ന ടീച്ചർ. പേരിന് മാത്രമേ ടീച്ചർ ഉള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം ആയിരുന്നല്ലോ PK ശ്രീമതിയും PP ദിവ്യയും ചേർന്ന് ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികളെ കാണാൻ ജയിലിലെത്തിയത്. അതായത് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ വലിയ ആഘോഷമായിരുന്നു കണ്ണൂരിൽ അരങ്ങേറിയത്. ആ ആഘോഷ പരിപാടികൾക്ക് ശേഷമാണ് പാഞ്ഞു പിടിച്ച് PK ശ്രീമതിയും PP ദിവ്യയും ജയിലിലെത്തി സഖാക്കളെ അങ്ങ് ചേർത്ത് പിടിച്ചത്. PK ശ്രീമതി പറഞ്ഞത് എന്താണ്? ശിക്ഷാവിധി ഹൈക്കോടതി മരവിപ്പിച്ചത് എല്ലാവരും പ്രതീക്ഷിച്ച കാര്യമാണ് എന്നാണ്. PP ദിവ്യ ജയിലിൽ കിടന്നപ്പോഴും PK ശ്രീമതിയുടെ ഒരു കരച്ചിലുണ്ടായിരുന്നു. അവൾ ഇനിയും ജയിലിൽ കിടന്നുകൂടാ, എത്ര ദിവസമായി അവൾ ജയിലിൽ കിടക്കുന്നു, ഒരു തുള്ളി വറ്റുപോലും തൊണ്ടയ്ക്ക് കീഴ്പോട്ട് ഇറങ്ങുന്നില്ല എന്നൊക്കെ ആയിരുന്നു ശ്രീമതിയുടെ മോങ്ങൽ. അതേ മോങ്ങൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം KV കുഞ്ഞിരാമൻ ഉൾപ്പെട്ട കൊലക്കൂട്ടത്തെ കാണാൻ ചെന്നപ്പോഴും ശ്രീമതിക്ക് ഉണ്ടായിരുന്നത്. ഈ 4 പേരുടെ കാര്യത്തിൽ മേൽക്കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് MV ഗോവിന്ദനും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുവല്ലോ എന്ന് ശ്രീമതി വീണ്ടും എടുത്തു പറഞ്ഞിരുന്നു. അതായത് പൊങ്കാലയിടാൻ വരികയാണെങ്കിൽ എന്നെ മാത്രം പൊങ്കാലയിടരുത്, MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരെയും കൂടെ ചേർത്ത് അങ്ങ് പൊങ്കാലയിട്ടോളാൻ.